നമുക്കൊപ്പം നമ്മൾ കാത്തിരുന്ന സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. ബെന്നി ബെഹനാൻ. ബെന്നി ചേട്ടാ നമസ്കാരം. ബെന്നി ചേട്ടനെ നമ്മളെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിലാണ് ഞാൻ കുതിരയുമായിട്ട് വീട്ടിൽ വരുന്നത്. അപ്പൊ ബെന്നി ചേട്ടൻ തന്ന നല്ല ഒരു ചായ ഉണ്ടായിരുന്നു, വീട്ടില് ചേച്ചി ഉണ്ടാക്കി തന്ന നല്ല ഒരു ഗ്രീൻ എന്താണ് ഹെർബൽ ടീ. ആ ഹെർബൽ ടീയുടെ ഉഷാറിലാണ് ഞാൻ ഇത്രയും കാലം ഓടിയത്. ആ ഹെർബൽ ടീയുടെ ഉഷാറിലാണ് ബെന്നി ചേട്ടൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇത്രയുമായിട്ടും താപനില 38 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടും മുഖത്ത് ക്ഷീണം വലുതായിട്ടില്ല. വലിയ കുഴപ്പമില്ല. എനിക്കൊന്നു കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു. സ്വാഭാവികമാണ്. നല്ല കോൺഫിഡൻസ് തന്നെ മുന്നോട്ട് പോകും. ഇപ്പൊ എനിക്കൊന്നു ഇപ്പം 3 ഘട്ടം 4 ഘട്ടം കണ്ട് കഴിഞ്ഞു. 3-ാം ഘട്ടം കഴിഞ്ഞ് 4-ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇനി 10ാമത്തെ ദിവസം തെരഞ്ഞെടുപ്പാണ്. അതായത് 10 ദിവസം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകും. തെരഞ്ഞെടുപ്പ് തുടങ്ങി, സത്യത്തിൽ ഇന്നലെ തൊട്ട് തുടങ്ങി. അതായത് വീടുകളിൽ തുടങ്ങി. 85 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രത്യേകമായിട്ട് ബൂത്തിൽ വീട്ടിൽ തന്നെ ബൂത്ത് ക്രമീകരിച്ചു തുടങ്ങി. അപ്പോ ആശങ്കയൊന്നുമില്ലേ? ഒരാശങ്കയില്ല. അവസാന ആശങ്കയില്ലാതെ മാത്രം ആത്മധൈര്യം കൂടുന്നു. അപ്പൊ ഈ നരേന്ദ്രമോദി ഇന്നലെ 2 തവണ, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് 2 തവണ കേരളത്തിൽ വന്നു. ഇന്നലെ നടത്തിയ പ്രസംഗത്തിലും പറയുന്നത് നരേന്ദ്രമോദി 2 അക്കം കടക്കും എന്ന തരത്തിലുള്ള ആത്മവിശ്വാസമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. നരേന്ദ്രമോദി കൂടുതൽ കേരളത്തിൽ വരുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് മണിപ്പൂരിൽ പോയില്ല? ഇന്ന് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം മണിപ്പൂരിൽ പോയില്ല. രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്: അദ്ദേഹം സഭാ നേതാവാണ്. പാർലമെന്റിൽ അക്രമം നടന്നിട്ട് ആ അക്രമം നടന്നതിന് ശേഷം ആ ദിവസങ്ങളിലൊന്നും സഭാ നേതാവെന്ന നിലയിൽ നരേന്ദ്രമോദി അവിടെ വന്നില്ല. നരേന്ദ്രമോദി പോകേണ്ട സ്ഥലത്ത് പോകാതെ ഇവിടെ വരുമ്പോഴും നരേന്ദ്രമോദി പോകാതിരുന്ന കാരണങ്ങൾ ജനങ്ങൾ കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക. നരേന്ദ്രമോദി എത്രയും കൂടുതൽ കേരളത്തിൽ വരുന്നോ അത്രയും അനുകൂലമാണ്. അപ്പോ ഇന്നലെ വന്ന് പക്ഷേ ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയാണ്. കരുവന്നൂര്, ED, മാസപ്പടി, സ്വർണ്ണക്കടത്ത് വിഷയങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നില്ല. അതൊരു പക്ഷേ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഒരു ധാർമ്മിക മര്യാദ പുലർത്തുന്നത് കൊണ്ടാവാം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി ഈ കരുവന്നൂർ അടക്കം എടുത്തിടുകയും മാസപ്പടി വിഷയം എടുത്തിടുകയും ഒക്കെ ചെയ്തതിന് പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ടെന്ന് താങ്കൾ കരുതുന്നു? പ്രധാനമന്ത്രി അതിനകത്ത് വളരെ വിചിത്രമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രി അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് പിണറായി വിജയൻ പ്രധാനമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ BJPക്കെതിരെയോ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാതെ എൻ്റെ വിഷയമല്ല. പക്ഷെ ഇന്നലെ രാഹുൽ ഗാന്ധി ചോദിച്ചതുപോലെ ഇന്ന് വരെ പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ ആരോപണം എതിരായി പറയുന്നില്ല. ഇപ്പോഴും പിണറായി വിജയന്റെ മുഖ്യ ശത്രു രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ പിണറായി വിജയൻ വ്യക്തമാക്കണം, ആരാണ് മുഖ്യ ശത്രു? മോദിയാണോ രാഹുൽ ഗാന്ധിയാണോ? വളരെ പ്രധാനപ്പെട്ട കാര്യം, ബ്രേക്കിംഗ്. ബെന്നി ബെഹനാൻ ചോദിക്കുന്നു, മുഖ്യമന്ത്രി പറയണം ആരാണ് മുഖ്യ ശത്രുവെന്ന്. ഇന്നലെ രാഹുൽ ഗാന്ധി ചോദിച്ചതുപോലെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചോട്ടെ എന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു. പക്ഷേ അതിനിടയിൽ എപ്പോഴെങ്കിലും BJPയും RSSനെയും കൂടി വിമർശിക്കണം എന്നതാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത്. താങ്കൾ പറയുന്നു രാഹുൽ ഗാന്ധി വിമർശിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മോദിയെ വിമർശിക്കുന്നില്ല എന്ന ചോദ്യം ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ ഭയന്നിട്ടാണോ ഒത്തുതീർപ്പാണോ? എന്താണ് നിങ്ങൾ ആരോപിക്കുന്നത്? 2 ഭാഗം. ഭയത്തിലൂടെ വരുന്ന ഒത്തുതീർപ്പ്, അതാണല്ലോ മോഡി ചെയ്യുന്നത്. ഭയപ്പെടുത്തി ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയാണ്. അതാണ് മോഡിയുടെ തന്ത്രം. അതാണ് മോഡി പല സ്ഥലത്തും ചെയ്തിരിക്കുന്നത്. പലരെയും ആ പാളയത്തിലേക്ക് മോഡി എത്തിച്ചിരിക്കുന്നത് ഭയപ്പെടുത്തി ഒത്തുതീർപ്പുണ്ടാക്കിയാണ്. ഇവിടെയും പിണറായി വിജയനെ ഭയപ്പെടുത്തി ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ ഒത്തുതീർപ്പിലേക്ക് വിജയൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഭയപ്പെടുത്തി ഒത്തിരിപ്പുണ്ടാകുന്നു. ഇപ്പൊ CMRL ഉദ്യോഗസ്ഥരെ ഇന്നലെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്തു, ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. ഇത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് താങ്കൾ കരുതുന്നുണ്ടോ വീണ വിജയനിലേക്ക് കൂടി ED എത്തിച്ചേരാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണെന്ന്? അങ്ങനെ വീണ വിജയനിലേക്ക് എത്തിയാൽ ശ്രീ ബെന്നി ബെഹനാൻ, നിങ്ങൾ ആ EDയുടെ നടപടിയെ സ്വാഗതം ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. കാരണം അതിന് പുറത്ത് നിങ്ങൾക്ക് മറ്റൊരു നിലപാടെടുക്കുക സാധ്യമല്ല. ED അന്വേഷണത്തെ കുറിച്ച് ഞങ്ങൾക്ക് 2 തലത്തിലുണ്ട്. ഒന്ന്, ED എന്ന് പറയുന്ന സംവിധാനത്തോട് ഞങ്ങൾ ആരും എതിരല്ല. പക്ഷെ EDയെ പൊളിറ്റിക്കലായിട്ട് ദുർവിനിയോഗം ചെയ്യുന്നു. ആ ദുർവിനിയോഗം ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ താങ്കൾ ചോദിച്ച പോലെ ഇപ്പൊ ED അന്വേഷിക്കുന്ന കരുവന്നൂർ കേസുണ്ട്. എന്തുകൊണ്ട് ആ കരുവന്നൂർ കേസിൽ ED മുന്നോട്ട് പോകുന്നില്ല? ED ഇങ്ങനെ പേടിപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീണ വിജയന്റെ കേസിൽ ED അന്വേഷിക്കുന്നത് ഞങ്ങൾ എതിരല്ല. പക്ഷെ ആ അന്വേഷണവും ഒരു ഘട്ടം കഴിയുമ്പോൾ അത് നിലയ്ക്കുന്നു. അവിടെയാണ് പരാതി. EDയുടെ അന്വേഷണം ഇപ്പം നമുക്കറിയാം, കേജ്രിവാളിനെ എത്രയോ വേഗത്തിലാണ്
അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തത്. ചമ്പാറിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് ഇവിടെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ എത്രയോ കേസുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരായിട്ടുണ്ട്. ED അന്വേഷിക്കുമെന്ന് പറഞ്ഞ കേസുകളുണ്ട്, CBI കേസുകളുണ്ട്. ഇതെല്ലാം പകുതി വെച്ച് നിലയ്ക്കുകയല്ല, വളരെ മന്ദഗതിയിൽ പോകുന്നു, വളരെ സ്ലോ ആയിട്ട് പോകുന്നു. അപ്പോൾ ഇത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനും അതുപോലെ തന്നെ അതിന് ശേഷമുണ്ടാകുന്ന ചില പൊളിറ്റിക്കൽ, നമ്മൾ പറയുമല്ലോ അന്തർധാര എന്ന് പറയില്ല, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ അന്തർധാരയുണ്ട് എന്ന ആരോപണം ആവർത്തിക്കുന്നു. മാത്രവുമല്ല, ഈ വിഷയത്തിൽ നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാര വ്യക്തമാകുന്നത് അന്വേഷണം ഒരു ഘട്ടം കഴിയുമ്പോൾ നിലയ്ക്കുന്നു എന്നുള്ളതാണ്.